ഡൽഹിയുടെ ആകാശസീമകളിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന കുത്ബ് മിനാർ കേവലം ഒരു സ്മാരകമല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെ നിശബ്ദ സാക്ഷിയാണ്. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഈ മഹാത്ഭുതം 8 നൂറ്റാണ്ടുകളായി തകരാതെ നിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള ചരിത്രകാരന്മാരെയും എഞ്ചിനീയർമാരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഖുത്ബുദ്ദീൻ ഐബക് തറക്കല്ലിട്ട ഈ ഗോപുരം ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ പാരമ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിനാറിന്റെ താഴെത്തട്ടിൽ കാണുന്ന കുഴിവുകളും കോണുകളും ചേർന്നുള്ള ഡിസൈൻ, ഫ്ലൂട്ടിംഗ്, ഒരു പ്രത്യേക തരം താളബദ്ധത നൽകുന്നു. ഓരോ നിലയ്ക്കുമിടയിലുള്ള ബാൽക്കണികളെ താങ്ങി നിർത്തുന്ന മുക്കർനാസ് എന്ന് വിളിക്കപ്പെടുന്ന കൊത്തുപണികൾ മധ്യകാല ഇസ്ലാമിക കലയുടെ ഉത്തമ ഉദാഹരണമാണ്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിന് താഴെ 14.3 മീറ്റർ വ്യാസമുണ്ടെങ്കിലും മുകളിലേക്ക് എത്തുമ്പോൾ അത് വെറും 2.7 മീറ്ററായി ചുരുങ്ങുന്നു. ഈ ഘടനാപരമായ സവിശേഷതയാണ് ഗോപുരത്തിന് ഇത്രയും സ്ഥിരത നൽകുന്നത്. ഖുത്ബ് മിനാറിന്റെ ചരിത്രത്തിൽ പലതവണ മിന്നൽപ്പിണരുകളും ഭൂകമ്പങ്ങളും വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 1368-ൽ മിന്നലേറ്റ് തകർന്ന ഗോപുരത്തിന്റെ 4ാം നില പുനർനിർമ്മിക്കുകയും 5ാം നില കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അതുകൊണ്ടാണ് താഴത്തെ നിലകളിൽ നിന്ന് വ്യത്യസ്തമായി മുകളിലെ നിലകളിൽ വെളുത്ത മാർബിളിന്റെ സാന്നിധ്യം കൂടുതലായി കാണുന്നത്. 1505-ലുണ്ടായ വലിയൊരു ഭൂകമ്പത്തിനു ശേഷം സിക്കന്ദർ ലോധിയും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ഈ ഓരോ ഇടപെടലുകളും ആ കാലഘട്ടത്തിലെ നിർമ്മാണരീതികളെ ഗോപുരത്തിൽ തുന്നിച്ചേർത്തു. ഖുത്ബ് സമുച്ചയത്തിൽ മിനാറിന് തൊട്ടടുത്ത് കാണുന്ന കൂറ്റൻ കല്ലിൻകൂട്ടം ശ്രദ്ധിച്ചാൽ ചരിത്രത്തിലെ മറ്റൊരു വലിയ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അലാവുദ്ദീൻ ഖൽജി ഖുത്ബ് മിനാറിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിന്റെ 1ാം നില പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ആ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അലൈ മിനാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ നിർമ്മിതി പൂർത്തിയായിരുന്നുവെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമായി അത് മാറുമായിരുന്നു. മിനാറിന് മുന്നിലെ മുറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന അയൺ പില്ലർ ഇന്നും ഒരു സമസ്യയായി തുടരുന്നു. 1600 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ തൂണിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ട് തുരുമ്പ് പിടിക്കുന്നില്ല എന്നത് ആധുനിക ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. പുരാതന ഇന്ത്യയിലെ ലോഹതന്ത്രം, മെറ്റലർജി എത്രത്തോളം പുരോഗതി പ്രാപിച്ചിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണിത്. ഫോസ്ഫറസിന്റെ ഉയർന്ന അളവും അന്തരീക്ഷത്തിലെ പ്രത്യേകതകളും ചേർന്ന് രൂപപ്പെടുന്ന ഒരു സംരക്ഷണ കവചമാണ് ഇതിനെ നാശത്തിൽ നിന്ന് കാക്കുന്നത്. ഹിന്ദു, ജൈന, ഇസ്ലാമിക് വാസ്തുവിദ്യാ ഘടകങ്ങൾ ഇത്രത്തോളം ഇഴചേർന്ന മറ്റൊരു സ്മാരകം ഇന്ത്യയിൽ വിരളമാണ്. ഗോപുരത്തിലെ കൊത്തുപണികളിൽ ഖുർആൻ സൂക്തങ്ങൾക്കൊപ്പം കാണുന്ന വള്ളികളും പൂക്കളും പ്രാദേശിക കലാകാരന്മാരുടെ കൈമുദ്രകളാണ്. ഡൽഹിയുടെ സുൽത്താനേറ്റ് കാലഘട്ടം മുതൽ മുഗൾ കാലഘട്ടം വരെയും അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്തും ഖുത്ബ് മിനാർ ഒരു സുപ്രധാന അടയാളമായി നിലകൊണ്ടു. ഇന്ന് ഓരോ സഞ്ചാരിയും ആ മിനാറിന് താഴെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നത് വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് മനുഷ്യന്റെ നിർമ്മാണ വൈദഗ്ധ്യവും കാലത്തെ അതിജീവിക്കാനുള്ള കഴിവും കൂടിച്ചേർന്ന ഒരു ചരിത്രത്തിന്റെ ഗാംഭീര്യമാണ്.